ഹലോ ഫ്രണ്ട്സ്, നമുക്ക് നല്ല അടിപൊളി ഇഞ്ചിക്കറി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. തേങ്ങയൊന്നും അരയ്ക്കേണ്ട, ഈസി ആയിട്ട് നമുക്ക് ഇഞ്ചിക്കറി നൊയമ്പിന് വേണ്ടിയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. റമദാൻ ആയിട്ട് നമ്മൾ വൈകിട്ടത്തെ ആഹാരം കഴിക്കുമ്പോൾ അതിൽ ഇച്ചിരി ഇഞ്ചിക്കറി കൂട്ടുന്നത് നമുക്ക് വയറ്റിന് ഗ്യാസിനൊക്കെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇഞ്ചിക്കറി തയ്യാറാക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഇഞ്ചിക്കറി തയ്യാറാക്കുന്നത് നോക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് മാങ്ങയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മാങ്ങയും തയ്യാറാക്കി എടുക്കണം. അപ്പം നമുക്ക് ചട്ടി അടുപ്പേ വെച്ചു, ഓയിലൊഴിച്ചു. ഇഞ്ചിക്കറിക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അതേപോലെ ചട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ചട്ടി തന്നെ നമുക്ക് ഇഞ്ചിക്കറി നമുക്ക് തയ്യാറാക്കി വെക്കാം. അപ്പം എണ്ണ ഇഞ്ചി മുങ്ങിക്കിടക്കുന്നത് പോലെ വറുത്ത് കോരിയെടുക്കുക. അപ്പോൾ അത്രയും ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ വേണം നമുക്ക് ഇഞ്ചി മൂപ്പിച്ചെടുക്കാൻ. അപ്പോൾ ഇഞ്ചി വറുത്തിട്ട് നമുക്ക് കോരിയെടുക്കാം. അപ്പം ഇതേപോലത്തെ ഈ ചട്ടിയിലൊക്കെ നമുക്ക് ഇഞ്ചിക്കറി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അതിൽ തന്നെ നമുക്കതങ്ങ് വെച്ചേക്കാം. സവാള ഇട്ട് അതിൻ്റെ മണ്ടയിൽ കുറച്ച് വെളുത്തുള്ളിയും ഉണ്ട്. സവാളയല്ല, ചെറുള്ളിയാണ് ഇടുന്നത്. അപ്പം ചെറുള്ളി ഇട്ട് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതും നല്ല രീതിയിൽ തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. അതും നമുക്ക് കോരിയെടുക്കാം. അതും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വറുത്ത് ഞാൻ കോരി വെച്ച്. അപ്പോൾ ആ ചൂട് വിടുന്നതിന് മുമ്പ് വേണം നമുക്കതിനകത്ത് ആവശ്യമായ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇല്ലെങ്കിൽ ആ ചൂട് വിട്ടുപോകും. അതിന് മുമ്പേ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്തു. അപ്പോൾ നമുക്കതെല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വരാം. ചെറിയ ഉള്ളി തന്നെ ചേർക്കണം. അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. വലിയ ഉള്ളിക്ക് അത്രയും ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പം നമുക്ക് പുളിവെള്ളം, ഞാൻ ആദ്യമേ പുളി വെള്ളത്തിൽ ഇട്ടിരുന്നു, അത് നമുക്ക് പുളിവെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കണം. നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കത് അതിൽ നിന്ന് ഞാൻ കുറച്ച് ഓയിൽ അങ്ങ് മാറ്റിയായിരുന്നു. അതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ഊരിയിട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം 2 മുളകും കൂടി ഞാൻ കീറിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മൂക്കട്ടെ. അപ്പോഴത്തേനും നമുക്ക് നമ്മുടെ ജാറിൽ അരച്ച് വെച്ചത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാത്രമേ ഓയിൽ ഞാനങ്ങ് മാറ്റിയായിരുന്നു. അപ്പോൾ അത്രയും ഓയിൽ നമ്മളതിനകത്ത് ഉപയോഗിക്കേണ്ട. അതിനുശേഷം നമ്മൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ല ആ ജാറിൽ വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് കുറച്ച് വെള്ളം കൂടി നമുക്കതിനകത്ത് ചേർക്കാം. അപ്പം നമ്മൾ ഇത് നന്നായിട്ട് പറ്റിച്ചെടുക്കുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അപ്പം നമുക്ക് ജാറിൽ വെള്ളം ഒഴിച്ച് അത് ജാറ് വൃത്തിയാക്കി അതിൻ്റെ വെള്ളം കൂടി നമുക്ക് ഇതിനകത്ത് ഒഴിച്ചെടുത്തിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വെന്ത് വരണം. അപ്പോഴേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് തിളയ്ക്കുമ്പോഴത്തേനും ഞാൻ മാങ്ങാച്ചാർ കടുക് വറുത്തിട്ടുണ്ട്. അപ്പോൾ മാങ്ങാച്ചാറും കൂടെ വീഡിയോയിൽ വരുമ്പോൾ ഒരുപാട് വലിയ വീഡിയോ ആയപ്പോൾ ഞാനത് കാണിച്ചില്ല. അടുത്ത സമയത്ത് ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇഞ്ചിക്കറി നന്നായിട്ട് തിളച്ച് കറക്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോഴും ഇങ്ങനെ നിൽക്കുക, ഗ്യാസിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ചട്ടിയിൽ തന്നെ ഇതേപോലെ തന്നെ നമുക്ക് അടച്ചു വെച്ചിരുന്നാൽ നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കാം. ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂണൊക്കെ എല്ലാവരും കഴിക്കത്തുള്ളൂ. അപ്പം ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബൈ.